എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് എൻ്റെ സുഹൃത്തെ, ഞാൻ അതിൻ്റെ ഇപ്പൊ പറഞ്ഞു. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അത് ഒരു പിന്നെ അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. ഒരുപാട് ആൾക്കാർ പറയാണ് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ, ഞങ്ങൾ എന്താകും. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഇൻഷുറൻസ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല, ഞങ്ങളാണ് പോയി എടുക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല അർത്ഥം, ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു ഇലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഇനി മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം. അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല, ദൈവീതം മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത്, അൺനെസസറി ആയിട്ട്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം. എന്താണ് അതിലോട്ടുള്ള കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസാണ് അവർ പറയുന്നത്. മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അത് വരട്ടെ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇത്തരം കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന്, മീഡിയ ഉൾപ്പെടെ, നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ്. ഞങ്ങളിപ്പം പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ കാർഗിൽ ഷോയ്ക്ക് സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു, പ്രളയത്തിൻ്റെ കാര്യത്തിന് ചെയ്തിരുന്നു. അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം. ചില കുറ്റങ്ങൾ ഉണ്ടായേക്കാം, അതൊരു അസോസിയേഷനായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അല്ലാതെ അപ്പോൾ എല്ലാവർക്കും, അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം. അമ്മയ്ക്ക് മാത്രമല്ല, സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ.